മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ ഇദ്ദേഹം എന്തായാലും ഉള്ള ജോലിയും കളഞ്ഞു, എന്തെങ്കിലും നമുക്കിങ്ങനെ സഹായിക്കാലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും മെമ്പർഷിപ്പ് കൊടുത്തു. അതൊന്നും RCMന്റെ വിഷൻ മനസ്സിലാക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവരെ RCMന്റെ വിഷൻ മനസ്സിലാക്കാനുള്ള നോളജ് അല്ലെങ്കിൽ അറിവ്, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, അതിനുള്ള സ്മാർട്ട്നെസ് അതുണ്ടായിരുന്നില്ല. അന്നും ഞാൻ മൂർത്തി സാറിനോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ ആളുകളോട് പറയാനുള്ള സ്മാർട്ട്നെസ് അത് നമുക്കില്ല, നിങ്ങൾക്കില്ല. അതുള്ള ആളുകളുണ്ട്. സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ലീഡേഴ്സിനെയൊക്കെയാണ് അന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഞാൻ കണ്ടിട്ടുള്ളത്. 2007-2008 കാലഘട്ടത്തിലൊക്കെ നിറയെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണണം, അല്ലെങ്കിൽ കാസറ്റുകളൊക്കെ അന്ന് ലഭ്യമായിരുന്നു. സ്റ്റേജിനെയൊക്കെ തീപ്പൊരി കൊള്ളിക്കുന്ന തരത്തില് നല്ല നല്ല ഡയലോഗുകൾ കാച്ചുന്ന അവരുടെ ഇടയില് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ആള് എങ്ങനെ വിജയിക്കാനാണ്? അന്ന് ഞാൻ മൂർത്തി സാറിന് ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞു, ഇദ്ദേഹത്തിന് ആ കമ്പനി കൈവശം കൊടുത്തതാണ്, നീ വേഗം നമുക്ക് ഓടിപ്പോയിട്ടൊരു ജോത്സ്യനെയൊക്കെ പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അതും വിശ്വസിച്ച് ഈ മണ്ടിയായ ഞാൻ ജോത്സ്യനെ കാണാനും അത് പോയി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, ഒന്നുമില്ലാത്ത അവസ്ഥ, വാടക വീട്, മോനാണെങ്കിൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് പ്രായം, ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് കാണാനില്ല. അന്ന് ഇന്നുപോലെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അന്ന് നമുക്ക് വിളിക്കാം, മൊബൈൽ ഫോൺ ഇല്ല. കഴിച്ചോ, വെള്ളം കുടിച്ചോ, കിടന്നോ, ഉറങ്ങിയോ, ഇതൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അതിന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ജോത്സ്യം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, മോളെ ഇദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയുള്ളൂ, പക്ഷെ മോൾ എന്തിനാ വിഷമിക്കണത്, മോൾക്ക് നല്ല രാജരാജ യോഗമൊക്കെ കാണുന്നുണ്ടല്ലോ ജാതകത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഓർത്തു, എനിക്ക് രാജരാജ യോഗം പറഞ്ഞെങ്കിൽ ഞാൻ വല്ല ലോട്ടറി എടുക്കണമായിരിക്കും. ഞാൻ മൂർത്തി സാറിനോട് ഇതിങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഡിസ്കറേജ് ചെയ്യണം, നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം എനിക്കുള്ളൂ. ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞു, ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞേ നടക്കും, എനിക്ക് എന്തെങ്കിലും ലോട്ടറി അടിച്ചിട്ട് ഒരു രാജയോഗമൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നനഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്താ പറയാ, മൂർത്തി സാർ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. എന്നോടൊന്ന് പറഞ്ഞു, RCMന്റെ ഐഡിയ ഇടോ തന്റെ പേരിലല്ലേ, അപ്പൊ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കോ, നിനക്ക് ഇങ്ങനെ രാജ യോഗോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള യോഗമൊക്കെ നിനക്ക് വരും. ശരിക്കും പറഞ്ഞാൽ എന്റെ വായ അറിഞ്ഞു പോയി. ഇതിലും ഇതൊരു കൗൺസിലിംഗ് എനിക്ക് മൂർത്തി സാറിന് കൊടുക്കാനില്ല. ഞാൻ എന്റെ സർവ്വ ആയുധവും അവിടെ എന്താ പറയാ അങ്ങോട്ട് വെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ കീഴടങ്ങി എന്ന് വേണം പറയാൻ. എന്തായാലും 2008 എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. RCMന്റെ ഒരു മീറ്റിംഗ്, അതും നമ്മുടെ ശ്രീ സുരേന്ദ്രവൻ സാറ്, അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് സ്റ്റാർ പേൾ അച്ചീവർ ആയിരുന്നു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് കോഴിക്കോട് വെച്ച് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, RCM ഒരു സിംഗിൾ മാൻ ബിസിനസ് അല്ല, അതൊരു ഫാമിലി ബിസിനസ് ആണ്. അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഹോം മീറ്റിംഗിലാണെങ്കിൽ ഹോം മീറ്റിംഗ് എനിക്ക് എപ്പോൾ ഒഴിവുണ്ടോ അപ്പോഴൊക്കെ ഞാൻ മൂർത്തി സാറിന്റെ കൂടെ പോവുമായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. മൂർത്തി സാർ നേരത്തെ പറഞ്ഞില്ലേ, വയനാട്ടില് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് രാത്രി മുഴുവൻ ബസ്സിൽ സഞ്ചരിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ അവിടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ കാണുന്നത് ആകെ 4 പേരാണ്. ഒന്ന് ആലോചിച്ചു, നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ഉവ്വ നടന്നത് തന്നെയെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോയേനെ ആ ഒരു കാലഘട്ടത്തില്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നോക്കൂ, നിങ്ങളുടെ മുമ്പില് ഇന്നിങ്ങനെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ പരിണിത ഫലമായിട്ട് അന്നത്തെ ലീഡേഴ്സിന്റെ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ അറിവ്, അവരുടെ കഠിനാധ്വാനം, അവരുടെ ത്യാഗം, അതിന്റെ ഒക്കെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അഡ്ലക്സിൽ നിങ്ങൾ കണ്ട ആ ജനം തിരക്ക്. അത്രയും ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തില് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ആ ഒരു പരിണിത ഫലമാണ് ഇതുപോലെയുള്ള പ്രോഗ്രാംസിന്റെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഭിനന്ദനം അറിയിച്ചിട്ട് നാനാഭാഗത്തു നിന്നും മൂർത്തി സാറിന്റെ കോളുകൾ വന്നു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോർത്തിൽ നിന്നും എങ്ങനെയൊക്കെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് വിജയിക്കാൻ സാധിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മുടെ രമ്യ മേഡമൊക്കെ അവതരിപ്പിച്ച ആ ഒരു കലാരൂപത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ആളുകളെയൊക്കെ ഒരുമിച്ച്, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്ത, സ്നേഹത്തോടെയും പരസ്പര സഹകരണത്തോടെയും നമ്മളെയൊക്കെ ചേർത്തു പിടിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ
ഭാഗമായിട്ട് മാറുക എന്ന് പറഞ്ഞാല് അതിന്റെ വിഷൻ നിങ്ങളിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുക. കാരണം ഇന്ന് ഞങ്ങള് ഇപ്പൊ മൂർത്തി സാർ ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സഫയർ എന്നുള്ളതാണ്. ഒരു പക്ഷേ പുതിയ ആളുകൾക്ക് അങ്ങനെ പിൻ ലെവലുകളെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. RCM എന്ന് പറയുന്നത് കുറച്ച് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടി, റിസൾട്ട് കിട്ടി എന്ന് പറയാൻ മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങളിലെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന വലിയൊരു പദവിയാണ് സഫയർ എന്നുള്ള ഒരു പദവി എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു കാരണക്കാരനാവാം ഒരു വ്യക്തി സഫയർ ആകുമ്പോൾ. ശരിക്കും പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ, 6.5 കോടിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 6.5 കോടി രൂപ അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതിനുള്ള അമരക്കാരനായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്, നിറക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാല് സഫയർ എന്നൊക്കെയുള്ള ഒരു പൊസിഷന് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ സഫയർ എന്നുള്ള വ്യക്തിക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ വരുന്ന ഇൻകം അല്ല. അതിലുപരി കുറേ പേർക്ക് വരുമാനം നൽകാൻ കാരണക്കാരനായി നിൽക്കുന്ന ഒരു വലിയ സോഴ്സ് ആയിട്ടാണ് നമ്മൾ അവിടെ മാറുന്നത് എന്നുള്ള ഒരു അത്ഭുതം കൂടി ആ ഒരു പോസ്റ്റിനുണ്ട്, സഫയർ എന്നുള്ള ആ ഒരു പദവിക്ക്. എൻ്റെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു സഫയർ ഒന്നും പോരാ, നമ്മൾ കേരളത്തിൽ കുറേ പേര് കോർ ലീഡർ പദവിയിലേക്ക് വരണം. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന നിങ്ങളോടൊപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ താഴെ വരുന്ന ആളുകള് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നവരും 10,000 വരുമാനം വാങ്ങിക്കുന്നവരും ഒരു IAS IPS പ്രൊഫഷണലിനെക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ആളുകൾ ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. അതുപോലെയുള്ള ആളുകളെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹമാണ്. അതിന് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് നിങ്ങൾ കാണണം. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം അതാണ്, ഏറ്റവും സമാധാനം അതാണ്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതമാണ് RCM നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. അല്ലെ, നമ്മളൊക്കെ സാധാരണക്കാരിലും സാധാരണക്കാരായ ആളുകളാണ്. ഇന്ന് ഞാൻ നേരത്തെ ഒരു സെന്റൻസ് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇത്രയും സ്മാർട്ട് അല്ലാത്ത മൂർത്തി സാറിനോട് ഞാൻ പറഞ്ഞൊരു സെന്റൻസ് ആണ്. ഇത്രയും സ്മാർട്ട് അല്ലാത്ത ആളുകൾക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് പറ്റില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് സ്മാർട്ട് അല്ലാത്ത ഏതൊരാൾക്കും RCM-ല് അറിവുണ്ടെങ്കിൽ വിജയിക്കാം, കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ വിജയിക്കാം എന്ന് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ്. മൂർത്തി സാർ എന്നോട് പറയായിരുന്നു, കഴിവുള്ള ആളുകൾ ധാരാളം നമ്മുടെ ടീമിൽ വരുമെന്ന്. ശരിക്കും പറഞ്ഞ അന്ന് കഴിവുള്ള ലീഡേഴ്സ് വരുമ്പോ അന്ന് ലീഡറാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഡോക്ടർ രാജൻ സാറിനെ കണ്ടപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല. ഇദ്ദേഹം ഒന്നും വായ പോലും തുറക്കുന്നില്ല. എങ്ങനെയൊക്കെയാണ് RCM, ഇദ്ദേഹം എന്ത് പറയാനാന്ന് പറയായിരുന്നു. ഹേമന്ത് സാറിനെ കണ്ടപ്പോ ഞാൻ പറയായിരുന്നു മൂർത്തി സാറിനോട്, മൈക്ക് കണ്ട വിറച്ച് താഴെ വീഴുന്ന ആളായിരുന്നു ഹേമന്ത് സാർ. അദ്ദേഹം എങ്ങനെ ലീഡർ ആവാനാന്ന് ചോദിക്കായിരുന്നു. പക്ഷേ അവരെയൊക്കെ എന്താ പറയാ, മോൾഡ് ചെയ്ത് RCM ഒരു വ്യക്തിയെ അങ്ങേയറ്റം അവർക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറം ആക്കി അവരുടെ ആ ഒരു പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന്. നമ്മുടെ ഡോക്ടർ രാജൻ സാർ സ്റ്റാർ എമറാൾഡ് ആണ്, 2 ഐഡിയിലാണ് സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് ഓർക്കണം. അന്ന് മണിക്ക് കണ്ട ബോധം കെട്ട് വീണ നമ്മുടെ റൂബി ഹേമന്ത് സാറ് ഇന്ന് റൂബി പൊസിഷനിൽ എത്ര പേർക്ക് വരുമാനം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും അവരെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇവരെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ. അങ്ങനെയുള്ള വിചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഇവിടെ അപ്പുറത്തൊരു തോടുണ്ട്, അങ്ങോട്ട് വലിച്ചു തരും. ഇത് സാധാരണക്കാരുടെ ബിസിനസ്സാണ്. എന്റെ സഹോദരന്മാരെ മനസ്സിലാക്കൂ. ഏതൊരു സാധാരണക്കാരനും അവന്റെ ഏജ് പ്രശ്നമല്ല, റിട്ടയർഡ് ആണോ പ്രശ്നമല്ല, RCM-ല് പ്രവർത്തിക്കാനുള്ള അറിവും കഠിനാധ്വാനത്തിന് തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്കും നാളെ ഇതുപോലെ വിജയിച്ച് ഈ മുൻനിരയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഇന്നിവിടെ ധാരാളം സ്ത്രീകളുണ്ട്. സ്ത്രീകളോട് പറയാനുള്ളത്, പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പുരുഷന്മാരുടെ കുത്തകയാണെന്ന്. ഈ കഴിഞ്ഞ മാസം ക്ലോസിങ്ങില്, ഇപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തെ ക്ലോസിങ്ങിൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല,
സ്റ്റാർ ആൻഡ് എബോവ്, അത് റോയൽറ്റി അച്ചീവ്മെന്റ് ആൻഡ് സ്റ്റാർ ആൻഡ് എബോവ് അച്ചീവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ എണ്ണം അതിൽ കൂടുതലായിരുന്നു. തുടക്കകാലത്ത് സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവരെ എന്ത് പറഞ്ഞു വിളിക്കാനാണ്. ഇന്ന് പല സെഗ്മെന്റുകളായിട്ട് RCM ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. കീസോൾ ഉണ്ട്, ന്യൂട്രി ചാർജ് ഉണ്ട്, ഗുഡ് ഡോട്ട് ഉണ്ട്, അല്ലെ, ഹരിത സഞ്ജീവനി ഉണ്ട്. ഇങ്ങനെ പല പല സെഗ്മെന്റുകൾ വന്നപ്പോ ശരിക്കും RCM കളർഫുള്ളായി. നമ്മുടെ TCGയുടെ മകൻ സൗരഭ് ചാബ്ര പറഞ്ഞ പോലെ RCM 2026-25 പകുതി കഴിയുമ്പോഴേക്കും നമ്മൾ ആരോടും RCMനെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. നിങ്ങളെ തേടിയെത്തും. ഇഫ് യു ആർ റെഡി ഫോർ ദാറ്റ്. RCMനെ കുറിച്ച് കൂടുതൽ പറയാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും RCM ഇനിയും പ്രൊഡക്റ്റുകൾ വരാൻ പോവാണ്, അല്ലെ. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പറയാറുണ്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലുള്ള സാരികളും ചുരിദാറുകളും ഒക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പൊ വരുന്നതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിനൊക്കെ സൗരവ് സാർ കൃത്യമായ ഉത്തരം തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. പ്രാദേശികമായ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇനി RCMൽ വരാൻ പോകുന്നതേയുള്ളൂ, നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ പൂരം എന്നാണ് അദ്ദേഹം അതിന് മറുപടി തന്നിരിക്കുന്നത്. RCM നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉള്ളതാണ്. അതിനെ ഒരു വെറും എന്താ പറയാ, ഒരു ചായപ്പൊടി ഉപ്പും അല്ലെങ്കിൽ ആട്ടയും വാങ്ങിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ആരും കാണരുത്. ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മൾ അതൊരു ബിസിനസ് ആയിട്ട്, അല്ലെ, നമ്മുടെ ഒരുപാട് പേരുടെ ഒരുപാട് കുടുംബത്തിലെ ക്ഷേമം കൈവരിക്കാനും ഒരുപാട് പേരെ ഇതുപോലെ, അല്ലെ, ഇതുപോലെ സംസാരിക്കാത്ത കുറെ ആളുകളൊക്കെ ഉണ്ടാവാം. അവരൊക്കെ സംസാരിച്ച് നല്ല മിടുക്കരായിട്ട് മാറ്റുന്ന വലിയൊരു പ്രസ്ഥാനമാണ് RCM. ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റിയ വലിയൊരു പ്രസ്ഥാനമാണ് RCM. ഇനി എനിക്കൊരു ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇന്ന് ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം, ആ ഒരു നിർവൃതി, അല്ലെ, നിങ്ങളെ കാണുമ്പോ ആളുകൾ കെട്ടിപ്പിടിച്ച് പറയണം, നീങ്ക എനിക്ക് കടവുളൈ മാതിരി, നിങ്ങളാണ് എന്റെ ദൈവം എന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച ആളുകൾ പറയുന്ന ഒരു കാലം വരും. ഇന്ന് ഞങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് RCMൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന നെഗറ്റീവുകൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു പ്രസ്ഥാനത്തില് പ്രവർത്തിക്കാൻ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമായിട്ട് ഇന്ന് വൈകിട്ട് നല്ലൊരു തീരുമാനം എടുത്തിട്ട് വേണം ഈ ഹാളിൽ നിന്ന് ഇറങ്ങാൻ. എനിക്ക് നിങ്ങളെയൊക്കെ വലിയ ലീഡേഴ്സായിട്ട്, ആളുകൾ അംഗീകരിക്കുന്ന വലിയ ലീഡേഴ്സായിട്ട് തന്നെ കാണാനുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന എല്ലാം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് RCM, ജയ് RCM.